السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله الحمد لله رب العالمين الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله ثم الصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وأصحابه ومن استنى بسنته إلى يوم الدين أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ സഹോദരികൾ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അത്യപാരമായ അനുഗ്രഹമാണ് പ്രത്യേകിച്ചും ഈ കാലഘട്ടത്തിൽ അള്ളാഹുവിൻ്റെ ദീനിനെ കുറിച്ച് പഠിക്കാൻ ഇങ്ങനെ പള്ളികളിൽ ഒരുമിച്ച് കൂടാൻ സാധിക്കുക എന്നുള്ളത്. അതിന് അവസരങ്ങൾ മാത്രം ഉണ്ടായാൽ പോരാ, അവിടെ ഒന്ന് ഇരിക്കാനും അത് പഠിക്കാനുമുള്ള ഒരു തോന്നൽ നമ്മുടെ മനസ്സിലൂടെ ഉണ്ടാവണം. ആ രണ്ട് നിലക്കും നമ്മൾ അനുഗ്രഹീതരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഖ്ലാസോട് കൂടി ഇരിക്കാനും പഠിക്കാനും നാളെ പരലോകത്ത് മറ്റൊന്നും ഉപകാരപ്പെടാനില്ലാത്ത നാളിൽ നമുക്ക് ഉപകാരപ്പെടുന്ന ഒരു കർമ്മമായി ഇതിൽ നമ്മിൽ നിന്ന് സ്വീകരിക്കപ്പെടാനും തൗഫീഖ് നൽകട്ടെ എന്ന് ആദ്യമേ പ്രാർത്ഥിക്കുകയാണ്. അൽ ഫിഖ്ഹുൽ ഇസ്ലാമി, ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിൽ കഴിഞ്ഞ തർബിയത്ത് ക്യാമ്പിൽ നമ്മൾ പറഞ്ഞ് നിർത്തിയിരുന്നത് ഖിസാസുമായി ബന്ധപ്പെട്ട നിയമങ്ങളെക്കുറിച്ച് ആയിരുന്നു. ഒരാൾ മറ്റൊരാളാൽ കൊല്ലപ്പെട്ടാൽ അവിടെ നടപ്പിൽ വരുത്തുന്ന പ്രതിക്രിയയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ നിയമങ്ങളെക്കുറിച്ചും അതിൻ്റെ നിബന്ധനകളെക്കുറിച്ചുമെല്ലാം നമ്മൾ ചർച്ച ചെയ്തു. നമുക്കറിയാം, ഒരാൾ മറ്റൊരാളാൽ കൊല്ലപ്പെടുമ്പോൾ അവിടെ ഒരുപാട് ആളുകളുടെ അവകാശങ്ങളാണ് നിഷേധിക്കപ്പെടുന്നത്. അതിലൊന്നാമത്തത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അവകാശമാണ്, ഹഖുല്ലാ. കാരണം ഒന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ച കാര്യത്തിന് വിപരീതമാണ്. രണ്ടാമത്തേത് ജീവൻ നൽകാനും തിരികെ എടുക്കാനുമുള്ള അധികാരം അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമാണ്. അപ്പോൾ ഒരു മനുഷ്യനെ വധിക്കുന്നതിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആ അധികാരത്തിൻ്റെ മേലും അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ച കൽപ്പനയ്ക്കുമേലും ഒരാൾ കടന്നു കയറുകയാണ് ചെയ്യുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് കൊല്ലപ്പെടുന്ന വ്യക്തിയുടെ അവകാശമാണ്. അയാൾക്ക് ജീവിക്കാനുള്ള അവകാശം നിഷേധിക്കുകയാണ് ഒരാൾ മറ്റൊരാളെ കൊല്ലുമ്പോൾ അവിടെ സംഭവിക്കുന്നത്. മൂന്നാമത്തേത് അയാളുടെ കുടുംബത്തിൻ്റെ, ഏറ്റവും അടുത്ത കുടുംബത്തിൻ്റെ അവകാശമാണ്. അയാളുടെ ഭാര്യ, അയാളുടെ മക്കൾ, അയാളുടെ ഉമ്മ, ഉപ്പ, സഹോദരന്മാർ, ഇവർക്കൊക്കെ അദ്ദേഹത്തിൽ നിന്ന്, ആ മരണപ്പെടുന്ന വ്യക്തിയിൽ നിന്ന് കിട്ടേണ്ട ഒരുപാട് അവകാശങ്ങൾ അവിടെ തടയപ്പെടുകയാണ്. നാലാമത്തേത് അയാളെ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുന്ന, അയാളുടെ ആ ഒരു കഫാലത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന വേറെയും ഒരുപാട് ആളുകളുണ്ടാവും. അവർക്കൊക്കെ കിട്ടേണ്ട ഒരുപാട് കാര്യങ്ങൾ തടയപ്പെടുകയാണ്. സമൂഹത്തിന് കിട്ടേണ്ട കുറേ അവകാശങ്ങളുണ്ട്. ഒരു നല്ല വ്യക്തി മരണപ്പെടുമ്പോൾ അയാളിൽ നിന്ന് വ്യത്യസ്ത രൂപത്തിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ അതവിടെ നിർത്തപ്പെടുകയാണ്. അതുപോലെ തന്നെ ചിലപ്പോൾ കമ്പനികളെ സംബന്ധിച്ചിടത്തോളം ഒരു ജോലി ചെയ്യുന്ന സ്ഥാപനമാണെങ്കിൽ അതിൽ ഒരാളുടെ വിയോഗം, ഇപ്പോൾ കോർപ്പറേറ്റ് കമ്പനികളിലൊക്കെ നമ്മൾ ഒരുപാട് ചിലപ്പോൾ വാർത്തകളിലൊക്കെ കാണാറുണ്ടാവും. ആ കമ്പനിയുടെ മുഴുവൻ കാര്യങ്ങളും ഒരാളുടെ തലയിലാണെങ്കിൽ അയാളെ കൊല്ലുന്നതിലൂടെ ആ കമ്പനി മൊത്തം ചെയ്യും, ഇല്ലാതായിത്തീരും. ഞാനത് പറയാൻ കാരണം എന്താ വെച്ചാൽ, ഇതിൽ ഓരോരുത്തരുടെ അവകാശങ്ങളും നോക്കിയിട്ട് അതിനൊക്കെ പ്രതിക്രിയ നടത്തുക, അല്ലെങ്കിൽ അതിനൊക്കെ നീതി നടപ്പാക്കുക എന്നുള്ളത് ഈ ലോകത്ത് പ്രായോഗികമല്ല. അത് നിയമങ്ങളുടെ പ്രശ്നമല്ല, മറിച്ച് എന്താണ്, നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ലോകം എന്ന് പറയുന്നത് എല്ലാത്തിനും പരിപൂർണമായിട്ടുള്ള നീതി കൊടുക്കാൻ പറ്റുന്നതായിട്ടുള്ള ഒരു ലോകമല്ല. അങ്ങനെയല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തെ സൃഷ്ടിച്ചിട്ടുള്ളത്. 100 ആളെ കൊന്ന ഒരാളെയും ഒരു തവണയെ കൊല്ലാൻ പറ്റുള്ളൂ. രണ്ടിടത്തും നീതി ഒരേപോലെ അല്ല. അപ്പോൾ ഈ ലോകത്ത്
അള്ളാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച് തന്ന നിയമങ്ങൾ അതേറ്റവും പരിപൂർണമാണ്. ഇവിടെ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതിൽ ഏറ്റവും പരിപൂർണമായ അർത്ഥത്തിലാണ്, ഏറ്റവും നീതിപൂർണമായിട്ടുള്ള രൂപത്തിലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളെല്ലാം. അതിൽ പ്രതിക്രിയയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് ദിയയുമായി ബന്ധപ്പെട്ട് അഥവാ നഷ്ടപരിഹാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇപ്പോൾ ഈ അവകാശങ്ങളിൽ ചിലതിന് അള്ളാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിൽ തന്നെ ഓരോന്നിനും അതിൻ്റെ പ്രായശ്ചിത്തങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ ഹക്ക്, അതിനൊരാൾ മറ്റൊരാളാൽ കൊല്ലപ്പെട്ട് കഴിഞ്ഞാൽ അയാൾക്ക് കഫാറത്തുണ്ട്. ഒന്നാമത്തെ, അയാൾ തൗബ ചെയ്ത് മടങ്ങണം ആത്മാർത്ഥമായിട്ട്. രണ്ടാമത്തേത്, അയാൾ ഒരു റഖബയെ, ഒരു അടിമയെ മോചിപ്പിക്കണം. അതിനയാൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ 2 മാസം തുടർച്ചയായിട്ട് നോമ്പ് നോൽക്കണം. ഇത് അള്ളാഹുവിനുള്ള ഹക്ക് മാത്രമാണ്. ഇനി ആ മരണപ്പെട്ട വ്യക്തിക്കുള്ള ഹക്കുണ്ട്, അത് പരലോകത്ത് വെച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല തീർത്തു കൊടുക്കും. കുടുംബത്തിൻ്റെ ഹക്കാണ് എന്ത്? ദിയ എന്ന് പറയുന്നത്. ബാക്കിയുള്ളവരുടെ ഹക്കുകളൊന്നും ഇവിടുന്ന് പൂർത്തീകരിക്കാൻ പറ്റുന്നതല്ല. അപ്പോൾ ആ ദിയയുമായി ബന്ധപ്പെട്ട് എന്താണ് നഷ്ടപരിഹാരമായിട്ട് ഇസ്ലാം നിശ്ചയിച്ചിട്ടുള്ളത്? അതിൻ്റെ ബേസായിട്ടുള്ള അതിൻ്റെ അസ്ല് കിടക്കുന്നത് എന്ന് പറഞ്ഞാൽ 100 ഒട്ടകങ്ങളാണ്. ഒരാൾ മറ്റൊരാളാൽ കൊല്ലപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ നഷ്ടപരിഹാരമായിട്ട് കൊടുക്കേണ്ടത് 100 ഒട്ടകമാണ്. വേറെ ചില ഹദീസുകളിൽ അത് വ്യത്യസ്ത രൂപത്തിൽ വിശദീകരിക്കപ്പെട്ടതായിട്ടും സ്വഹാബിമാർ അതിന് വ്യത്യസ്ത നാടുകളിലേക്ക് എത്തുമ്പം ഈ രൂപത്തിൽ അതിൻ്റെ വില കണക്കാക്കിയിട്ടൊക്കെ വ്യത്യസ്ത രൂപത്തിലേക്ക് കൊണ്ടുവരുന്നതായിട്ട് കാണാം. അതാണ് 200 പശുക്കളാണ്, 100 ഒട്ടകമല്ല. പശുക്കൾ മാത്രമുള്ള ഒരു നാടാണ്, എല്ലാ നാട്ടിലും ഒട്ടകത്തിനും കിട്ടൂലല്ലോ. പശുക്കളുള്ള ഒരു നാടാണ്, 200 പശുക്കളാണ്. അതല്ലെങ്കിൽ ആടുകൾ മാത്രമുള്ള ഒരു നാടായിരുന്നുവെങ്കിൽ അവിടെ 2000 ആടുകളാണ്. ഇനി സ്വർണ്ണ നാണയത്തിലേക്ക് വരികയാണെങ്കിൽ 1000 സ്വർണ്ണ നാണയമാണ്. 1000 മിസ്കാലാണ്. ഒരു മിസ്കാൽ, ഒരു സ്വർണ്ണ നാണയം എന്ന് പറഞ്ഞാൽ 4 ഗ്രാം 250 മില്ലിഗ്രാമാണ്. അപ്പോൾ മൊത്തത്തിൽ പറഞ്ഞാൽ 4 കിലോ 250 ഗ്രാം സ്വർണ്ണമാണ് ഒരാളുടെ ദിയയായിട്ട് ഇസ്ലാം നിശ്ചയിച്ചിട്ടുള്ളത്. ഇനി വെള്ളി നാണയങ്ങളാണെങ്കിൽ 2 അഭിപ്രായങ്ങളുണ്ട്. 12000 വെള്ളി നാണയങ്ങൾ എന്നുള്ള ദിർഹം എന്നുള്ളതാണ് അതിലേറ്റവും പ്രബലമായിട്ടുള്ള അഭിപ്രായം. രണ്ടാമത്തെ അഭിപ്രായം 10000 ദിർഹം എന്നുള്ളതാണ്. ഒരു ദിർഹം എന്ന് പറഞ്ഞാൽ 2 ഗ്രാം 975 മില്ലിഗ്രാം. അപ്പോൾ 12000 എന്ന് പറയുമ്പോൾ ഏകദേശം 35700 ഗ്രാം, 35 പ്ലസ് കിലോ വെള്ളി നാണയമാണ് അല്ലെങ്കിൽ വെള്ളിയാണ് ഒരാളുടെ ദിയയായിട്ടുള്ളത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൽ ബേസ് എന്ന് പറയുന്നത് 100 ഒട്ടകമാണ്. പണ്ഡിതന്മാരുടെ ഇടയിൽ 2 അഭിപ്രായമുണ്ട്. ഇതിലേതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്താൽ മതിയോ, എല്ലാം ഉസൂലുകളാണോ, ഇതിലേതെങ്കിലും ഒന്ന് എടുത്തിട്ട് അതിനെ വില നിശ്ചയിച്ചാൽ മതിയോ, അതല്ല ഒട്ടകം തന്നെ നോക്കേണ്ടതുണ്ടോ എന്നുള്ളത് ഷെയ്ഖ് സുലൈമാൻ റുഹൈലി ഹഫിദുള്ള അടക്കമുള്ള ആധുനിക കാലഘട്ടത്തെ പണ്ഡിതന്മാരും ഒക്കെ പറയുന്നത് ഇതിൻ്റെ അസ്ല് എന്ന് പറയുന്നത് 100 ഒട്ടകമാണ് എന്നുള്ളത്. അപ്പോൾ ആ ഒരു ബേസിലാണ് ഇൻഷാ അല്ലാഹ് ഞാൻ ബാക്കിയുള്ള കാര്യങ്ങൾ കൂടെ വിശദീകരിക്കുന്നത്. ഇത് ഒരാൾ മരണപ്പെട്ടാൽ മാത്രമല്ല, അതായത് ഒരാളുടെ കയ്യാൽ മറ്റൊരാൾ മരണപ്പെട്ടാൽ മാത്രമല്ല, കൊല 3 രൂപത്തിലുണ്ടെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിരുന്നു. ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടോ? 3 രൂപത്തിലാണ് കൊലപാതകം, അതിൻ്റെ പ്രതിക്രിയയാണോ ദിയയാണോ കൊടുക്കേണ്ടത് എന്നൊക്കെ നിശ്ചയിക്കുന്നതിന് 3 വിഭാഗമായിട്ട് തിരിച്ചിരുന്നു. ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടോ? ഖത്ലുൽ അംദ്. എന്താണ് അംദ് എന്ന് പറഞ്ഞാൽ? ഒരാളെ കൊല്ലാൻ തക്ക ശേഷിയുള്ള ഒരു ആയുധം എടുത്തിട്ട് ഒരാളെ കൊല്ലണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി അയാളെ വധിക്കുന്നതാണ്. രണ്ടാമത്തെ ഷിബുഹുൽ അംദ്. ഷിബുഹുൽ അംദ് എന്ന് പറഞ്ഞാൽ ഒരാളെ വധിക്കാൻ തക്ക രൂപത്തിലുള്ള ഒരു ആയുധം ഒന്നല്ല, വെറുതെ തമാശക്ക് എന്നുള്ള രൂപത്തിലൊക്കെ ആയിരിക്കാം. ഒരു ആയുധം ഉപയോഗിച്ചിട്ട്, ഉദാഹരണത്തിന് ഒരു തോക്ക് എടുത്തിട്ട് അല്ലെങ്കിൽ ഒരു കത്തി എടുത്തിട്ട് വെറുതെ ഇങ്ങനെ എറിഞ്ഞതാ, തമാശക്ക് എറിയുന്ന മാതിരി ആക്ഷൻ കാണിച്ചു, പക്ഷേ അത് അയാൾക്ക് കൊണ്ടു അയാൾ മരണപ്പെട്ടു. അത് ഷിബുഹുൽ അംദാണ്. മൂന്നാമത്തെ, അങ്ങനെ വധിക്കണം എന്നുള്ള ഉദ്ദേശവുമില്ല, അതേപോലെ തന്നെ വധിക്കാൻ തക്ക രൂപത്തിലുള്ള ആയുധം ഒന്നുമല്ല, തെറ്റായിട്ട് സംഭവിച്ചതാണ്, അങ്ങനെയുള്ളതാണ്. അത് അനുവദനീയമായിട്ടുള്ള ഒരു കാര്യം ചെയ്തപ്പോൾ അതുമൂലം ഒരാൾ കൊല്ലപ്പെട്ടതാണ്. അതാണെങ്കിൽ അൽ ഖത്വ എന്ന് പറഞ്ഞു. ഇതിന് 3നും വ്യത്യസ്ത നിയമങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തേതിന് മാത്രമാണ് അൽ ഖിസാസ്, പ്രതിക്രിയ എന്നൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചിരുന്നു. രണ്ടാമത്തേലും മൂന്നാമത്തേലുമാണ് ദിയ കടന്നു വരുന്നത്. എന്നാൽ ഒന്നാമത്തേലും ഒരാൾ മനഃപൂർവ്വം ഒരാളെ കൊന്നാലും ചില സമയത്ത് ദിയ കടന്നു വരും. എപ്പോൾ? അയാളുടെ കുടുംബം ഇവർക്ക് മാപ്പ് കൊടുത്താൽ അവിടെ ദിയ സ്വീകരിച്ചുകൊണ്ട്, നീ ദിയ ഒന്നും സ്വീകരിക്കാതെയും ഒരാൾക്ക് എന്ത് ചെയ്യുക, കൊലപാതകം ചെയ്ത ആൾക്ക്, ഘാതകന് മാപ്പ് കൊടുക്കാവുന്നതാണ്. അതൊക്കെ അവരുടെ കുടുംബവുമായി അവരുടെ മാത്രം അവകാശമാണ്. ഭരണാധികാരിക്ക് പോലും
അതിലിടപെടാനുള്ള അവകാശമില്ല. മറ്റൊരാൾ കൊല്ലപ്പെട്ട് കഴിഞ്ഞാൽ അതിൽ ഭരണാധികാരി പറയണം ഞാൻ അവന് മാപ്പ് കൊടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് അവരുടെ കുടുംബത്തിൻ്റെ അവകാശമാണ്, അവരാണ് മാപ്പ് കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരാൾക്ക് പരിപൂർണമായിട്ടുള്ള ദിയയെക്കുറിച്ചാണ് ഇപ്പോൾ ഈ പറഞ്ഞതൊക്കെ. 100 ഒട്ടകം അല്ലെങ്കിൽ 200 പശുക്കൾ, 2000 ആടുകൾ, 1000 സ്വർണ്ണ നാണയങ്ങൾ, 12,000 വെള്ളി നാണയങ്ങൾ എന്നൊക്കെ. അപ്പോൾ ഒരാൾ കൊന്നാൽ മാത്രമാണോ, ഒരാളാൽ വധിക്കപ്പെട്ടാൽ മാത്രമാണോ ഇങ്ങനെ ദിയ കൊടുക്കേണ്ട, നഷ്ടപരിഹാരം കൊടുക്കേണ്ടത്? അല്ല. അത് കഴിഞ്ഞിട്ട് ദിയാതു മാ ദൂന നഫ്സ്, ഒരാളെ വധിക്കപ്പെടുന്നതിൻ്റെ താഴെയുള്ള ആളുകൾക്ക് പരിക്കേൽപ്പിക്കുന്നതും അവരുടെ പിന്നെ അവയവങ്ങൾക്ക് അതിൻ്റെ ഉപകാരങ്ങൾ ഇല്ലാതാക്കുന്നതിനൊക്കെ ദിയകളുണ്ട്. അതിലേക്കാണ് അടുത്തായിട്ട് നമ്മൾ വരുന്നത്. ഒന്നാമത്തേത്, മനുഷ്യ ശരീരത്തിൽ ഒരെണ്ണം മാത്രമായിട്ടുള്ള അവയവങ്ങൾ, ഉദാഹരണത്തിന് മൂക്ക്, നാവ്, അതുപോലെ തന്നെ അയാളുടെ ലിംഗം പോലെയുള്ളതിനൊക്കെ ഒരാൾ നശിപ്പിച്ചാൽ അല്ലെങ്കിൽ അതിനെ നശിപ്പിച്ച് കളഞ്ഞാൽ അല്ലെങ്കിൽ അതിനെ അറുത്തു മാറ്റിയാൽ അയാൾ അതിൻ്റെ ദിയയായിട്ട് കൊടുക്കേണ്ട ഒരു മനുഷ്യൻ്റെ പരിപൂർണമായിട്ടുള്ള ദിയനാണ്. അപ്പോൾ എത്ര? 100 ഒട്ടകം. അപ്പോൾ ഒരാളെ കൊന്ന മാത്രമല്ല. അതുപോലെ തന്നെ മനുഷ്യ ശരീരത്തിൽ ജോഡികളായിട്ടുള്ള അവയവങ്ങൾ, ഇപ്പോൾ കൈകൾ 2 ഉണ്ട്, കാലുകൾ 2 ഉണ്ട്, കണ്ണുകൾ, ചെവികളൊക്കെ, ഇത് രണ്ടും ഒരാളുടെ കണ്ണുകൾ രണ്ടും ഒരാൾ നശിപ്പിച്ചാൽ, അതല്ലെങ്കിൽ ഒരാളുടെ 2 ചെവികളും, അതല്ലെങ്കിൽ ഒരാളുടെ 2 കാലുകളും ഒരാൾ അറുത്ത് കളഞ്ഞാൽ അവിടെയും നഷ്ടപരിഹാരമായിട്ട് കൊടുക്കേണ്ടത് 100 ഒട്ടകങ്ങളാണ്. ഇനി ഒരു കാലാണെങ്കിലോ അല്ലെങ്കിൽ ഒരു കൈയാണെങ്കിലോ അപ്പോൾ കൊടുക്കേണ്ടത് നേരെ പകുതി 50 ഒട്ടകങ്ങളെ കൊടുക്കണം. അപ്പോൾ ചോദ്യം, 2 കാലും 2 കൈകളും അറുത്ത് മുറിച്ചാലോ? ഒരാളെ കൊല്ലുന്നതിനേക്കാൾ വലിയ ദിയ അവിടെ കൊടുക്കേണ്ടി വരും. 200 ഒട്ടകങ്ങളെ കൊടുക്കേണ്ടി വരും. 2 കണ്ണുകൾ കൂടി ഉണ്ടെങ്കിൽ 300 ഒട്ടകങ്ങളെ അയാൾക്ക് നഷ്ടപരിഹാരമായിട്ട് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇതിനനുസരിച്ച് ഇതിങ്ങനെ കൂടി വരും. ഇനി 2 കൈകളിലേക്ക് ഇനി ഒന്നും കൂടി ഇറങ്ങിച്ചില്ല, നമുക്ക് വിരലുകളിലേക്ക് വരാം. 2 കൈകളിലും കൂടി 10 വിരലുകളാണ്. ഈ 10 വിരലുകളിൽ ഒരു വിരൽ ഒരാൾ മുറിച്ച് കളഞ്ഞാൽ 10ൽ 1 കൊടുക്കണം. 10 ഒട്ടകം നഷ്ടപരിഹാരമായിട്ട് അവിടെ ദിയായിട്ട് കൊടുക്കണം. 2 ആണെങ്കിൽ 20. ഇനി 9 വിരലുള്ള ഒരാളാണെങ്കിൽ അതിനനുസരിച്ച് അതിലെ ക്രമത്തിൽ എന്ത് ചെയ്യും, അല്ലെങ്കിൽ 11 വിരലുള്ളാണെങ്കിൽ അതിനനുസരിച്ച് അത് ചെറിയ ചില വ്യത്യാസങ്ങൾ വരും എന്ന് മാത്രം. ഇനി തള്ളവിരൽ, നമുക്കിവിടെ 2 സന്ധികളാണ്. ഞാൻ നേരത്തെ മേലെ എന്നിട്ട് ഇതിലെന്താ പറയാന്നുള്ള കുറേ ചർച്ചയായിരുന്നു. സന്ധി എന്നാണോ അസ്ഥി എന്നാണോ ഏതായിരുന്നാലും നമുക്ക് നോക്കിയാൽ കാണാം ഇവിടെ 2 അസ്ഥികളാണ് ഉള്ളത്. ബാക്കിയുള്ളതിനൊക്കെ 3 അസ്ഥികളുണ്ട്. അപ്പോൾ ഒരാൾ തള്ളവിരലിൻ്റെ ഈ ഭാഗത്തിൻ്റെ മേലോട്ടുള്ള ഭാഗം മുറിച്ച് കളഞ്ഞു എന്നുണ്ടെങ്കിൽ അയാൾക്ക് കൊടുക്കേണ്ട ഒരു വിരലിന് എത്രയാണ്? 10 അതിൻ്റെ പകുതി കൊടുക്കണം, 5 ഒട്ടകം. ഇനി 3 അസ്ഥികളുള്ളതാണെങ്കിൽ അതിൻ്റെ മേലെ ഭാഗമാണെങ്കിൽ 10ലെ 3ൽ 1. അപ്പോൾ എത്രയായി? 3.5 ഒട്ടകത്തിന് തത്തുല്യമായിട്ടുള്ള വില അയാളതിന് നഷ്ടപരിഹാരമായിട്ട് കൊടുക്കേണ്ടി വരും. അതുപോലെ തന്നെ അതിൻ്റെ കാരണമാണ് അടുത്ത സ്ലൈഡിൽ കാണുന്നത്. തള്ളവിരലിന് ആകെ 2 അസ്ഥികളാണുള്ളത്, ബാക്കിയുള്ളതിനൊക്കെ 3 അതിനുണ്ട്. ഇനി ഒരാളുടെ ഒരു പല്ലൊരാൾ അടിച്ചു കൊഴിച്ചാൽ, ഒരാളുടെ പല്ലില്ലാതാക്കിയാൽ, പല്ല് അടിച്ചു കൊഴിക്കുകയോ അല്ലെങ്കിൽ അത് നശിപ്പിക്കുകയോ ചെയ്താൽ അതിനെ നഷ്ടപരിഹാരം ശറഅ നിശ്ചയിച്ചിട്ടുള്ള 5 ഒട്ടകങ്ങളാണ്. അവിടെ 32 പല്ലിന് കണക്ക് കൂട്ടിയിട്ടല്ല, നേരെ നസ്സ് വന്നിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അംർ ഇബ്നു ഹസം റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തി വെക്കുന്നത് കാണാം, ഖംസും മിനൽ ഇബിൽ. അപ്പോൾ ഒരു പല്ല് കൊഴിച്ചാൽ പകരം കൊടുക്കേണ്ടത്, അടിച്ചതിനെ പല്ല് കൊഴിക്കുന്നു പറയുന്നതിനെ, പല്ല് കൊഴിച്ചാൽ 5 ഒട്ടകം അവിടെ നഷ്ടപരിഹാരമായിട്ട് കൊടുക്കേണ്ടി വരും എന്നർത്ഥം. ഇനി അവയവം മുറിച്ച് മാറ്റിയാൽ മാത്രമല്ല ദിയ നിർബന്ധമാകുന്നത്. ഒരവയവവും ഒരാളുടെ മുറിച്ച് മാറ്റിയിട്ടില്ല, അത് ശരീരത്തിൽ തന്നെ ഉണ്ട്. പക്ഷേ അടി കിട്ടിയത് കാരണമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണം അതിൻ്റെ ഉപകാരം പരിപൂർണമായിട്ട് ഇല്ലാതായാലും അതിനും ദിയ കൊടുക്കണം. അപ്പോൾ അതിന് കണ്ണ് ചൂഴ്ന്ന് കളയണമെന്നില്ല. ഒരാളുടെ അടി കാരണം ഒരാളുടെ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടാലും അതിന് ദിയ കൊടുക്കേണ്ടതുണ്ട്. ഉദാഹരണങ്ങളാണ് ഇവിടെ കാണുന്നത്. കേൾവി ശക്തി നഷ്ടപ്പെടുത്തൽ, കാഴ്ചശക്തി നഷ്ടപ്പെടുത്തൽ, അതുപോലെ മണം പിടിക്കാനുള്ള ശക്തി, അതുപോലെ തന്നെ രുചി അറിയാനുള്ള ശക്തി, സംസാരശേഷി, ബുദ്ധിശക്തി, നടക്കാനുള്ള ശേഷി, ലൈംഗിക ശേഷി, അതുപോലെ വിരലുകൊണ്ട് ഒരു കാര്യം ഇങ്ങനെ പിടിക്കാനുള്ള കഴിവ്, ഇതൊക്കെ നഷ്ടപ്പെടുത്തിയാലും അതിന് കൊടുക്കേണ്ട പരിപൂർണമായിട്ടുള്ള ദിയയാണ് 100 ഒട്ടകങ്ങളാണ്. ഇനി ഒരാൾ മറ്റൊരാളെ ആക്രമിക്കുകയും അതുമൂലം ഈ പറയപ്പെട്ടതൊക്കെ പോയാലോ, ഒരാളെ കണ്ണിൻ്റെ കാഴ്ചയും കേൾവിയും അതുപോലെ തന്നെ അയാൾക്ക് നടക്കാനുള്ള കഴിവും ഒക്കെ പോയ ഓരോന്നും കണക്കൂട്ടി ഓരോന്നിനും ഫുള്ള് കൊടുക്കണം. അപ്പോൾ 7
പിന്നെ ഇതുണ്ട് എന്നുണ്ടെങ്കിൽ 700 ഒട്ടകം അതിന് നഷ്ടപരിഹാരമായിട്ട് കൊടുക്കലാണ് ഇസ്ലാം വിധിച്ചിട്ടുള്ളത്. ചുരുക്കി പറഞ്ഞാൽ അന്യൻ്റെ മേലെ കൈ വെക്കാനുള്ള അവകാശം ദീന് തന്നിട്ടില്ല എന്നർത്ഥം. ആൾക്കാരുടെ മേലെ വെറുതെ കടന്ന് കയറാനുള്ള അവകാശം ദീന് വെച്ചിട്ടുള്ള ഈ നിയമങ്ങളൊക്കെ പാലിച്ചുകൊണ്ടാണെങ്കിൽ ഇത് ഒന്ന് കൈ വെക്കാൻ ആൾക്കാരൊന്ന് വിറക്കും, ഒന്ന് പേടിക്കും. അതുകൊണ്ടാണ് ദീന് ആ വിഷയത്തിൽ ആളുകളുടെ ദമുഹു ഹറാം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആളുകളുടെ രക്തം എന്ന് പറയുന്നത് പവിത്രമാണ്, അവരുടെ നഫ്സും ദമും എല്ലാം അവരുടെ മാലും ഒക്കെ പവിത്രമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇനി ഇതൊക്കെ അവയവങ്ങളുമായി ബന്ധപ്പെട്ട ഇനി മുറിവുകൾ ഉണ്ടാവുന്ന അവസ്ഥകളാണെങ്കിൽ മുറിവുകൾ പ്രധാനമായിട്ടും 5 ആയിട്ടാണ് ഫിഖ്ഹി ഗ്രന്ഥങ്ങളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒന്നാമത്തെ അൽ മൂദിഹ, അതായത് ഒരു മുറി ഉണ്ടാക്കിയിട്ട് എല്ല് വ്യക്തമാവുകയും അതിങ്ങനെ പുറത്ത് കാണുകയും ചെയ്യുന്ന രൂപത്തിലുള്ള മുറിവാണ്. ഇതിൽ പൂർണ്ണമായ ഒരു ദിയയുടെ 10-1 പകുതിയാണ് കൊടുക്കേണ്ടത്. അഥവാ 5 ഒട്ടകങ്ങളാണ് ഒരു മുറി ഉണ്ടാക്കിയാൽ, ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ എല്ല് കാണുന്ന രൂപത്തിലുള്ള ഒരു മുറി ഉണ്ടാക്കിയാൽ അതിന് ദിയയായിട്ട് കൊടുക്കേണ്ടത്. രണ്ടാമത്തെ അൽ ഹാഷിമ, എല്ല് വ്യക്തമാവുകയും അത് പുറത്ത് കാണുകയും ചെയ്യുന്ന തരത്തിലുള്ള മുറിവ്, മാറിപ്പോയതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. എല്ല് അതിന് ഫ്രാക്ചർ സംഭവിക്കുന്ന, എല്ല് പൊട്ടുന്ന രൂപത്തിലുള്ള ഒരു മുറിവ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അവിടെ കൊടുക്കേണ്ടത് 10 ഒട്ടകങ്ങളെയാണ്. മൂന്നാമത്തെ അൽ മുൻതഖില, എല്ല് പുറത്ത് കാണുകയും പൊട്ടുകയും അതോടൊപ്പം ആ എല്ലിൻ്റെ കഷ്ണങ്ങൾ അതിൻ്റെ സ്ഥാനത്ത് നിന്ന് മാറിപ്പോവുകയും ചെയ്യുന്ന തരത്തിലുള്ള ഒരു കഠിനമായ മുറിവാണെന്നുണ്ടെങ്കിൽ അവിടെ പൂർണ്ണമായ ദിയയുടെ 15% കൊടുക്കേണ്ടത്. അപ്പോൾ 100ൻ്റെ 15 എന്ന് പറഞ്ഞാൽ 15 ഒട്ടകങ്ങൾ. നാലാമത്തെ അൽ മഅ്മൂമ, അത് തലയോട്ടിയുമായി തലയിൽ മുറിവുണ്ടാക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടാണ്. തലച്ചോറിനെ പൊതിഞ്ഞ് സൂക്ഷിക്കുന്ന നേർത്ത ആ ഒരു ചർമ്മം, ആ ഒരു തൊലി, അതുവരെ എത്തുന്ന തരത്തിലുള്ള ആഴമേറിയ മുറിവ്, ഇതിന് ദിയ പൂർണ്ണമായ ദിയയുടെ 1/3, അഥവാ 33 ഒട്ടകങ്ങളാണ് അതിന് ദിയയായിട്ട് നിശ്ചയിച്ചിട്ടുള്ളത്. അഞ്ചാമത്തത് അദ്ദാമിഗ, തലച്ചോറിന് ഉള്ളിൽ വരെ എത്തുന്ന, അതായത് ആ ചർമ്മം കൂടി നീക്കപ്പെടുന്ന രൂപത്തിലുള്ള മുറിവാണെങ്കിൽ, ഇത് ജീവൻ നഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ, ജീവൻ നഷ്ടപ്പെട്ടാൽ അല്ലെങ്കിൽ അയാളുടെ ചിന്താശേഷി നഷ്ടപ്പെട്ടാൽ, ബുദ്ധിശക്തി നഷ്ടപ്പെട്ടാൽ അതിന് നേരത്തെ നമ്മൾ ഓൾറെഡി പറഞ്ഞു, അതിന് വേറെ ഇത് വരികയും ചെയ്യും എന്നുള്ളത്. മറ്റൊന്ന് അൽ ജായിഫ, അത് നമ്മുടെ വയറ്, മുതുക്, നെഞ്ച്, തൊണ്ട പോലെയുള്ള പിന്നെ ഈ ഇൻറ്റേർണൽ, അതായത് കുറച്ച് മർമ്മമായിട്ട് കാണുന്ന സ്ഥലങ്ങൾ, അവിടെ ഉണ്ടാക്കുന്ന മുറിവുകൾ. അങ്ങനെ തുളച്ച് കയറുന്ന രൂപത്തിലുള്ള ഒരു മുറിവ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൻ്റെ ദിയ എന്ന് പറയുന്നത് 1/3, 33.3 ഒട്ടകങ്ങൾ. അപ്പോൾ അതിൻ്റെ വിലയാണ് അതിനെ നിശ്ചയിച്ചിട്ടുള്ളത്. ഇനി ഒരാൾ ഒരു മുറിവുണ്ടാക്കി അതൊരു ഭാഗത്ത് നിന്ന് കയറി മറ്റൊരു ഭാഗത്ത് കൂടെ ഇറങ്ങുകയാണെങ്കിൽ അത് 2 ജായിഫയായിട്ട് പരിഗണിക്കും. വയറിൻ്റെ ഒരു ഭാഗത്തു കൂടെ കുത്തി മറ്റൊരു ഭാഗത്തു കൂടെ ഇറങ്ങിയ 2 മുറിവുകളായിട്ടാണ് അത് പരിഗണിക്കുക. അപ്പോൾ അയാളുടെ ദിയ 3/2 മാറും, 67 ആയിട്ട് അതിൻ്റെ ദിയ മാറും. ഇതാണ് ദിയയുമായി ബന്ധപ്പെട്ട് പിന്നെ അടിസ്ഥാനപരമായിട്ട് പ്രാഥമികമായിട്ട് ഉള്ള ചില വിഷയങ്ങൾ. ഇനി ഡീപ്പായിട്ട് പിന്നെ എല്ലാവർക്കും ഒരുപോലെയുള്ള ദിയയാണോ, അതുപോലെ തന്നെ അതിൽ വ്യത്യസ്ത തരങ്ങളുണ്ടോ എന്നുള്ളതൊക്കെ കുറച്ചും കൂടി ഡീപ്പായിട്ടുള്ള വിഷയങ്ങളൊക്കെ അതിൽ കടന്നു വരുന്നുണ്ട്. അതിലേക്ക് കടക്കുന്നില്ല. ഏതായിരുന്നാലും കഴിഞ്ഞ കുറേ ക്ലാസ്സുകളായിട്ട് ജിനായാത്തുകൾ, കുറ്റകൃത്യങ്ങളും അതിന് ഇസ്ലാം നിശ്ചയിച്ചിട്ടുള്ള ശിക്ഷാ നിയമങ്ങളെക്കുറിച്ചുമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ മോഷണത്തിനെ കുറിച്ചുള്ള നമ്മൾ പറഞ്ഞു, അതുപോലെ തന്നെ ഒരാളെ വധിക്കുന്നതുമായി ബന്ധപ്പെട്ട്, അതുപോലെ തന്നെ മുറിവുണ്ടാക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇതൊക്കെ സത്യത്തിൽ ഒരു മനുഷ്യൻ്റെ രക്തത്തിന്, ഒരു മനുഷ്യൻ്റെ ജീവന് ഇസ്ലാം കൊടുക്കുന്ന പ്രാധാന്യം. ഇപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ ഓരോരുത്തരുടെ അവകാശങ്ങൾ നഷ്ടപ്പെടുന്നതിനെ കുറിച്ച്. ഇനി നമ്മൾ ഖുർആനിലുള്ള ആയത്തുണ്ടല്ലോ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ഒരാൾ ഒരു മനുഷ്യനെ കൊന്ന ഭൂമിയിലുള്ള മുഴുവൻ മനുഷ്യരെ കൊല്ലുന്നത് പോലെയാണ്. അങ്ങനെയാണ് ഇസ്ലാം അതിനെ കാണുന്നത്. ഒരു മനുഷ്യനെ കൊല്ലുക എന്ന് പറഞ്ഞാൽ എല്ലാവരെയും കൊല്ലുന്ന പോലെയാണ്. ഒരു മനുഷ്യന് ജീവൻ കൊടുത്താൽ, അവൻ്റെ ജീവനെ നിലനിൽക്കാൻ സഹായിച്ചാൽ ഭൂമിയിലുള്ള എല്ലാവർക്കും ജീവൻ നൽകാൻ സഹായിക്കുന്നത് പോലെയാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അപ്പം അത്ര ഗൗരവമുള്ള ഒരു വിഷയമാണ് ഇത് എന്ന് പഠിക്കലാണ്, മനസ്സിലാക്കലാണ്. ഇത് നമ്മളോരോരും നടപ്പിലാക്കാനല്ലല്ലോ നമ്മളിത് പഠിക്കുന്നത്. കാരണം നമുക്ക് ആർക്കും അതിനുള്ള അവകാശമില്ല. അത് നടപ്പിലാക്കാൻ ഭരണാധികാരികൾക്കും അവർ നിശ്ചയിച്ച ആളുകൾക്കുമാണ് അതിനുള്ള അധികാരമുള്ളത്. അല്ലാതെ ഒരു പല്ല് വീഴ്ത്തിയാലാ ഈ പോയിട്ട് ഇതാക്കണം എന്ന് പറഞ്ഞിട്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഖിസാസ് നടത്താനോ അല്ലെങ്കിൽ പിന്നെ ദിയ നേരിട്ട് വാങ്ങാനുള്ള ഇത് നമുക്ക് നിശ്ചയിച്ചിട്ടില്ല. അത് ദീന് നിശ്ചയിച്ചാണ്, അത് നിശ്ചയിച്ച ആളുകളാണ് നടപ്പിൽ വരുത്തേണ്ടത്. പക്ഷെ ഇത്ര ഗൗരവമുണ്ട് ഇതിന് എന്ന് മനസ്സിലാകുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിൽ നിന്നുള്ള ഏറ്റവും പ്രാഥമികമായിട്ടുള്ള പാഠം എന്താ?
വേറൊരാളായിട്ട് ഇടപെടുന്ന സമയത്ത് അവരുടെ രക്തത്തിനോ അവരുടെ ധനത്തിനോ അവരുടെ ജീവനോ ദോഷം വരുന്ന രൂപത്തിലുള്ള ഇടപാടുകൾ എന്തിനധികം അവരുടെ അഭിമാനത്തിന് പോലും ക്ഷതമേൽപ്പിക്കുന്ന വാക്കുകൾ ഇന്നത്തെ ഖുത്ബ കുവൈത്തിൽ എല്ലായിടത്തും നമ്മൾ കേട്ടത് അതാണ്. ഇസ്ലാം ഒരാളെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സഹകരണത്തിനും അതുപോലെ തന്നെ ബഹുമാനത്തിനും ആദരവിനൊക്കെ നൽകുന്ന പ്രാധാന്യത്തെക്കുറിച്ച് സൂചിപ്പിച്ചുകൊണ്ടാണ് ഇന്നത്തെ ഖുത്ബ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇസ്ലാം എന്ന് പറയുന്നത് അത് പരിപൂർണമായിട്ടൊരു മനുഷ്യൻ അവൻ്റെ ജനനം മുതൽ അവസാനം വരെ പാലിക്കേണ്ട നിയമസംഹിതയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിപൂർണമായിട്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞ പോലെ അസ്ലംതു ലിറബ്ബിൽ ആലമീൻ, പരിപൂർണമായി അള്ളാഹുവിനെ സമർപ്പിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ നിയമങ്ങൾക്ക് ഉള്ളിൽ അടങ്ങിക്കൊണ്ടുള്ള ഒരു ജീവിതം മുന്നോട്ട് നയിക്കാൻ, ഒരു മുസ്ലിമായിട്ട് പരിപൂർണമായിട്ടുള്ള ഒരു മുസ്ലിമായിട്ട് ജീവിക്കാൻ എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. വസല്ലല്ലാഹു അലാ റസൂലിന മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.